തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഒരു മേഖല പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്ത് അടുക്കളയിൽ മാത്രമായിരുന്നു സ്ത്രീകളുടെ ജീവിതം. പക്ഷെ ഇന്ന് എല്ലാ മേഖലകളിലും പുരുഷന്മാരെ വെല്ലുന്ന രീതിയിലുള്ള നേട്ടങ്ങളുമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരിക. പക്ഷെ അങ്ങനെ തീർത്ത് പറയാനാവോ ചേച്ചി? ചിലയിടങ്ങളിലെല്ലാം ഇപ്പോഴും പുരുഷ മേധാവിത്വം കാണുന്നില്ലേ? അനു പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പുരുഷന്റേത് മാത്രമായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടേക്കുള്ള സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോപാന സംഗീത രംഗം പുരുഷന്മാരുടെ മാത്രമുള്ള രംഗമാണെന്നാണ്. പക്ഷെ അവിടെയും ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുന്നു. ഇപ്പോ പെരിന്തൽമണ്ണ ആനമങ്ങാടിലെ ഗിരിജ ബാലകൃഷ്ണനാണ് ആ സ്ത്രീ സാന്നിധ്യം. ഒരു ടീച്ചറാണ്. അധ്യാപക വൃത്തിക്കൊപ്പം തന്നെ ഇടയ്ക്കയിൽ സംഗീത വിസ്മയം തീർക്കുകയാണ് ഈ കലാകാരി. എന്തായാലും മലപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് കാണാം അല്ലെ. ആനമങ്ങാട് LP സ്കൂളിലെ അധ്യാപികയായ ഗിരിജ ബാലകൃഷ്ണൻ യാദൃശ്ചികമായാണ് സോപാന സംഗീത രംഗത്തെത്തുന്നത്. സംഗീത അധ്യാപികയായ വാസന്തി ഹരികുമാറിൽ നിന്ന് അഷ്ടപതി പഠിച്ച ഗിരിജ സോപാന സംഗീതജ്ഞൻ ഗുരുവായൂർ ജനാർദ്ദന നെടുങ്ങാടിയിൽ നിന്നാണ് സോപാന ശൈലി അഭ്യസിക്കുന്നത്. പിന്നീട് മലബാറിലെ നിരവധി സംഗീതവേദികളിൽ ഇവർ ഇടയ്ക്കയിൽ നാദവിസ്മയം തീർത്തു. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞു. ഒരുപാട് വേദികളിൽ പാടി എന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. കൊട്ടിപ്പാട്ട് സേവയിൽ പുതിയ പരീക്ഷണങ്ങൾ തേടുന്ന ഗിരിജ ക്ലാസിക്കൽ സംഗീതവും സോപാന സംഗീതവും ഇടകലർത്തി വേദികളിൽ പാടാറുണ്ട്. സ്ത്രീ സാന്നിധ്യം കുറവായ കേരളീയ വാദ്യകലയ്ക്ക് പുതിയ താളം നൽകുകയാണ് ഗിരിജ ബാലകൃഷ്ണൻ. അമൃത ന്യൂസ്, മലപ്പുറം.